അപ്പോൾ നമ്മൾ ടീമിൽ നിന്നുള്ള പർച്ചേസിംഗ് ആണ്. ടീമിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ചു. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇന്നത്തെ പരിപാടി അതാണ്. കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ 2-3 വട്ടം നമ്മൾ ടീമിൽ നിന്ന് വാങ്ങിച്ചു. അത്യാവശ്യം നമുക്ക് ലോക്കൽ മെയ്ഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാനായിട്ട് ടീം നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ടീമിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിരുന്ന ഒരു സാധനം ജാക്കറ്റാണ്. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ നിലവിൽ നമ്മളത് ടോട്ടൽ പാക്കേജിൻ്റെ വെയിറ്റ് 3.25 കിലോ ആയിരുന്നു. ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ദാണ്ട് ഇതിൻ്റെ ഈ വിൻ്റർ ജാക്കറ്റാണ്. ഗ്ലേസിങ് ഉണ്ട്. നമുക്ക് കൊള്ളാം. ഇവിടെ നമുക്കധികം കാറ്റും വിൻ്ററൊക്കെ ആകുമ്പോൾ ഭയങ്കര കാറ്റാണ്. അതാണ് പ്രശ്നം, മഞ്ഞും കാറ്റൊക്കെ. ഇത് നമ്മുടെ കഴുത്തിൽ കവർ ചെയ്യാൻ പാകത്തിനുള്ള സാധനം. കൊള്ളാം. ഇതിന് എത്രയാണ് നമ്മൾ വാങ്ങിച്ചത്? ഇതിൻ്റെ റേറ്റ് ഓർക്കണ്ടോ? അപ്പോൾ ഈ സാധനം വരെ നമ്മൾ ഓർഡർ ചെയ്തേ ടീമിൽ 26 പൗണ്ടിൻ്റെ ദാണ്ട് കിടക്കുന്ന സാധനം. കുഴപ്പമില്ലല്ലേ? ഇനി നമ്മൾ ഓർഡർ ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. ഇത് കൂടാതെ അടുത്തത് നമ്മൾ ഓക്കെ, അടുത്തത് നമ്മൾ 15 പൗണ്ടല്ലേ? ഇത് ഓപ്പൺ ചെയ്തേ. അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മൾ അടുത്തത് ഓർഡർ ചെയ്ത സാധനം. അതും ഏകദേശം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ കൊടുത്ത പടമൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് വന്നേക്കട്. അയ്യോ, ഓക്കെ. അപ്പോൾ മെറ്റീരിയലും കുഴപ്പമില്ല. നമുക്ക് സൈസ് ഇത്തിരി വലുതാന്ന് തോന്നല്ലേ? ഇതിപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഇതിൻ്റെ കളറൊക്കെ ഏകദേശം ഒരു വലിയ കിട്ടും. അതിൻ്റെ ഒപ്പം നമ്മൾ കോംബോ ആയിട്ട് എടുത്തിറങ്ങിയ പാൻറ്റും കൂടി എടുത്തിരുന്നു. ഇതാ സെയിം സാധനം തന്നെ. അപ്പോൾ നമുക്ക് വന്ന സാധനം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ റേറ്റ് നമുക്ക് ഉണ്ടായിരുന്നത് 14 പൗണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരുന്ന സാധനം ഇതാണ്. നമുക്ക് മിലിറ്ററി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സാധനം. എൻ്റെ ഉദ്ദേശം ഫോറസ്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒരു ട്രക്കിങ് കാര്യങ്ങളും. അതിൻ്റെ ഒരു കാർഗോ പാൻറ്റും അതിൻ്റെ ഒരു ടോപ്പുമാണ്. മീൻസ് അപ്പറും ലോവറുമാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. നമ്മളൊന്ന് ബുള്ളറ്റ് പ്രൂഫേ വാട്ടർ പ്രൂഫായിരുന്നു ഓർഡർ ചെയ്തത്. അല്ല, സാധാ തന്നെയായിരുന്നു. കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ബേസിക് സാധനം. ഇതിന് വലിയ ക്വാളിറ്റി ഒന്നും നമുക്ക് പറയാനില്ല. എനിക്ക് വേണ്ടത് ഈ ടോപ്പായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എടുക്കാനായിട്ടായിരുന്നു. കാരണം കുറച്ച് പോക്കറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എനിക്കത് വലിപ്പം കൂടുതലാണ്. ഇല്ല, അതിൻ്റെ താഴെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. മീഡിയം, സ്മോൾ മതിയായിരുന്നു. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമ്മുടെ ഉദ്ദേശം പർപ്പസ് അതിനുള്ള സാധനമുണ്ട്. അടുത്തത് ഞാൻ ഓർഡർ ചെയ്ത അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണ്. ഇതാ ഈ ഒരു ഐറ്റമാണ് ഓർഡർ ചെയ്തത്. 18 പൗണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് 2 പേർക്കും കൂടി വൈൽഡ് ലൈഫിലേക്ക് വേണ്ടിയിട്ട് സാധനം ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇത് കൊള്ളാം. നിനക്കിത് നല്ല മെറ്റീരിയലാണല്ലോ ഞങ്ങളെ. അപ്പോൾ എന്നെ അവന്മാർ ചതിച്ചതാ. സൈസ് ഇത്തിരി കൂടുതലുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് നിനക്ക് ഇതിന് താഴെയും നീളമുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സാധനമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ട് വൈൽഡ് ലൈഫിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള. ഓ, ഇത് വെറുതെ ഇടാവുന്നേ ഉള്ളൂ തലയ്ക്കടെ. ഇതിൻ്റെ അകത്ത് സാധാരണ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഉണ്ടാവാറ്. നമ്മൾ ആ പ്രതീക്ഷയിൽ വാങ്ങിച്ചതാണ്. അവിടെയും നമ്മൾ തേച്ചു. പക്ഷെ മെറ്റീരിയൽ തന്നെയാണ് ബെറ്റർ. പിന്നെ നമ്മൾ കൂട്ടത്തിൽ ഓർഡർ ചെയ്തൊരു സാധനമാണ് ഇത്. ഒരു വാച്ച് ഓർഡർ ചെയ്തിരുന്നു. ഏകദേശം 10-20 പൗണ്ട് വരുന്ന സാധനം. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രവർത്തിക്കുക എന്തോ. ഓ, യൂസർ മാനുവൽ. ഓക്കെ. ഓ, വലിയ ഡയലുള്ള സാധനമാണെന്ന് തോന്നുന്നു. നോക്കേണ്ടി വരും ഇത്. പഠിച്ചോ? ഇപ്പോൾ സംഭവം എന്തായാലും ഓണായിട്ടുണ്ട്. ഞെട്ടിത്തെറിക്കുന്ന എന്തൊക്കെയോ സംഭവിക്കുന്നതിൻ്റെ അകത്ത്. ദൈവമേ, എന്തുവാടേ കണ്ണ്.
അയ്യോ ഓണതിൻ്റെ ഡിജിറ്റലാണ്. ഭൂമിയൊക്കെ കറങ്ങുന്നത്. നോ മെസ്സേജ്. മറ്റേ സ്മാർട്ട് വാച്ച് അല്ലേ. റണ്ണിങ്, ടെന്നീസ്, എൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്യണത് എല്ലാം ഉണ്ട്. അൾട്രാ ഡിജിറ്റലാണ് കേട്ടോ. അല്ല ഇതിൻ്റെ ക്ലാരിറ്റി ഭയങ്കര രസമാണ്. ഫോണിൽ എത്ര ക്ലാരിറ്റി കിട്ടുന്ന അറിയില്ല, പക്ഷേ നോക്കി ഭയങ്കര ക്ലാരിറ്റിയിലുണ്ട് കേട്ടോ. ഹാഫ് മാരത്തോൺ സ്പോർട്സിൻ്റെ ഡിവിഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. കുറച്ച് കളിയും കലാപരിപാടി ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി ബാക്കി നമുക്കിത് നോക്കി പഠിക്കണം. എനിക്ക് ബുക്കും പേപ്പറും എൻ്റെ സ്ട്രാപ്പ് ഇതാണ്. എൻ്റെ സ്ട്രാപ്പ് വന്നേക്കുന്നത്. ഓക്കെ, കൊള്ളാം. സ്ട്രാപ്പും കുഴപ്പമില്ല. ഇനി ഈ വാച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഇവിടെ സമയം 4 മണിയാണ് കാണിച്ചേക്കുന്നത്. സത്യത്തിൽ ഇത് 3:45 എൻ്റെ ഇത് കണക്റ്റ് ആവണം. ഭൂമിയൊക്കെ കിടന്ന് ഇറങ്ങണമെന്നാണ് എൻ്റെ അകത്ത്. ഓക്കെ, ചാർജറുണ്ടല്ലേ. ഇതാണ് എൻ്റെ ചാർജർ. ഇതുപോലത്തെ ഒരു വാച്ച് പണ്ട് എനിക്ക് കിട്ടിയായിരുന്നു. അതതിൻ്റെ അത് മുകളിൽ വയ്ക്കാനുള്ള. ഓക്കെ, ഇനി അടുത്ത് എന്തായിരുന്നു? അത് നമുക്ക് ചാർജ് ചെയ്യാനിടാം. ഇനി നമ്മൾ വാങ്ങിച്ചത് അതിൻ്റെ കൂട്ടത്തിലൊരു സ്മാർട്ട് ഗ്ലാസ് വാങ്ങിച്ചായിരുന്നു. ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ തന്നെയുള്ള ഈ അതെ വയർലെസ് ഉള്ള ഈ ടീമുകളുള്ള പ്രത്യേകതയാണ്. അമ്മമാർക്ക് ഇലൊട്ടിലൊടുക്ക് സാധനങ്ങൾ ഭയങ്കര രസമാണ്. അമ്മമാരുടെ കയ്യിൽ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് ഗ്ലാസ്. ഇതിൻ്റെ അകത്ത് ഇവിടെ സൈഡിൽ സ്പീക്കറും കണ്ടൊക്കെ ഉണ്ട്. ഈ കാണുന്ന സ്പീക്കറാണ് സൈഡിൽ കാണാമോ? അത് തന്നെ സ്പീക്കറിൽ അവിടെ പവർ ബട്ടണോ എന്തൊക്കെയാണ്. ഇത് ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പാട്ടൊക്കെ കേൾക്കാം. ക്യാമറ വർക്കിംഗ് ആണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത് ഞാൻ വർക്ക് ചെയ്ത് ദീപിച്ച് നോക്കണം. അതിൻ്റെ അകത്ത് ചാർജറുണ്ട്, ഗ്ലാസ് തുടയ്ക്കാനുള്ള ക്ലോത്ത് ഉണ്ട്, പിന്നെ ബുക്ക്ലെറ്റ്, യൂസർ മാനുവൽ, ഒരു നീണ്ട ഈ സാധനം എങ്ങനെ വായിച്ചെടുക്കും എന്നുള്ളതാണ്. ഓ അറബോ ചൈനീസോ എന്ത് പാടി ഇത്. ഓക്കെ, ടച്ച് മൾട്ടി ഫങ്ഷൻ, റിയൽ ഡെമോ, എന്തൊക്കെയോ സാധനം വായിച്ചു കൊടുക്കണം ഇനി. അപ്പോൾ അതും കൂടി കഴിഞ്ഞു നമ്മുടെ പർച്ചേസ്. ഇനിയുണ്ടോ? ഇതിപ്പോൾ ഞങ്ങൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പൗച്ച് എടുത്താണ്. സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് സാധനങ്ങളെല്ലാം കിട്ടാൻ പാകത്തിന്. കുറച്ച് നൂലുണ്ട്, ചെറുതാണ്, ടേപ്പുണ്ട്, പിന്നെ കട്ട് ചെയ്യാനുള്ള കത്രിക, നൂല്, പെൻസില്, ചെറിയ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു മിനി സാധനം. പക്ഷെ അത് ഭയങ്കര രസമായിട്ടാണ് അവർ ട്രാവൽ കിറ്റ് അവർ ഭയങ്കര രസമായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ച് വെച്ചേക്കണേ. അറേഞ്ച് ചെയ്തേക്കുന്ന രീതി ഭയങ്കര രസമാണ്. ഒരു കുഞ്ഞി ശരിക്കും പറഞ്ഞൊരു പേഴ്സ്, നമ്മുടെ പേഴ്സിൻ്റെ അത്രയേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു തുന്നലക്കട നടത്താനുള്ള സാധനങ്ങളുണ്ട്. ഇതും നമ്മൾ ടീമിൽ നിന്ന് വാങ്ങിച്ചാൽ. അതെ, കുറേ പിന്ന്, ഇങ്ങനെയുള്ള പിന്നുകളുണ്ട്. കൊള്ളാം സംഭവം. ഇത് മണി, ഇതെന്താ പറയുക, മണി. നമ്മൾ അവസാനം മണി അടിച്ച് നമ്മൾ പരിപാടി നിർത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ പർച്ചേസ്. ഇനി ഒന്നുമില്ലല്ലോ. അതുപോലെ നമ്മൾ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ വലുത്? ഇല്ല, അപ്പോൾ ഇത് 2 ഓർഡർ ചെയ്തേക്കണേ. ഞാനല്ല ഓർഡർ ചെയ്തത്, ഇവളാണ് ഓർഡർ ചെയ്തത്. അത് ഇത് നമുക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. തയ്യൽക്കാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഇത് കുത്താനായിരിക്കും, എന്തിലാവട്ടെ. അപ്പോൾ ഇനി അടുത്ത പർച്ചേസും കലാപരിപാടിയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ആയിരിക്കാം, തയ്ക്കുമ്പോൾ കുത്തി കയറായിരിക്കാം അല്ലേ. എനിവേ നമ്മൾ പരീക്ഷണങ്ങൾ വീണ്ടും തുടങ്ങും. അപ്പോൾ നൂലെങ്ങനെയുണ്ട്? ഈ നൂലോട് ചിലപ്പോൾ നമ്മളൊരു ഷർട്ട് ഫുള്ളായിട്ട് തയ്ച്ച് കഴിയുന്നോളെ. ഇമ്മാതിരി സാധനം, ഇത്രയും ചെറിയ സാധനം വച്ചേരെ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഷോപ്പിംഗൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്ക് തൽക്കാലം ബൈ.